സാറ്റർഡേ ജൂൺ 27 7 മണിക്ക് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നയിക്കുന്ന വെബിനാറാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആ വെബിനാറിൽ ക്ലിയർ ചെയ്യാം. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വൈശാഖ് മാധവൻ. നമ്മൾ SBIയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം, നന്നായിട്ട് ഉഷാറായിട്ടിരുന്ന് പഠിക്കാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും, അതിലുള്ള കുറച്ചധികം കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഈ എക്സാം പാറ്റേണിൽ എന്താണ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്? കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും എക്സാം പാറ്റേണുകൾ തമ്മിൽ എന്താണ് ചേഞ്ച്? അങ്ങനെ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ഇപ്പൊ എക്സാം പാറ്റേൺ ആണ് SBI PO പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരാനാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അതില് ഒരു ടോട്ടലായിട്ട് ഒരു മാറ്റം ഈ ഒരു ഫിഗറിൽ, ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലാണ്. അതിന്റെ മാർക്ക് 50 ഉണ്ടായിരുന്നത് 30 മാർക്കായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ 20 മാർക്കിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. മെയിൻസിലെ മാർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ 250 കാരണം ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് 50 മാർക്ക് ഉണ്ടായിരുന്നപ്പോൾ ആ 20 മാർക്കിന്റെ കുറവ് മെയിൻസിലും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആനുവൽ സാലറി 20.43 ലാക്ക് പെർ ആനം ഉണ്ടായത് ഇപ്പൊ 21.97 ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അലവൻസിലെ കാര്യങ്ങളിലേക്ക് ആയിരിക്കാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക. എന്നിരുന്നാൽ കൂടി അവർ പറഞ്ഞിരിക്കുന്ന സാലറിയിൽ ഏകദേശം ഒരു 50,000 മേലെ രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്പർ ഓഫ് ചാൻസസ്. UR EWSന്റെ ചാൻസസ് 4 ആയിരുന്നു 2025 ഉണ്ടായിരുന്നത്, അത് 6 ആയിട്ടുണ്ട്. സെയിം നമ്മളുടെ UR PWD, EWS PWD, OBC PWD അവർക്കെല്ലാം 7 ഉണ്ടായത് 9 ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്ര കാര്യമാണ് പ്രധാനമായിട്ടുള്ള ചേഞ്ചസ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരാണെങ്കിൽ നമ്മളുടെ ഈ നമ്പർ ഓഫ് ചാൻസ് പല കുട്ടികൾക്കും ഉള്ള സംശയമാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ UR EWS ഞാൻ നിങ്ങളോട് പറഞ്ഞു 6 ചാൻസ് ഉണ്ട്. UR PWD, EWS PWD, OBC PWD ആൾക്കാർക്ക് 9 ചാൻസ് ഉണ്ട്. SC PWD, ST PWD ആൾക്കാർക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി അപ്പിയർഡ് ഫോർ ദ മാക്സിമം നമ്പർ ഓഫ് പെർമിസിബിൾ ചാൻസസ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ. അപ്പിയറിംഗ് ഇൻ മെയിൻ എക്സാമിനേഷൻ വിൽ ബി കൗണ്ടഡ് ആസ് എ ചാൻസ്. അപ്പിയറിംഗ് ഇൻ പ്രിലിമിനറി എക്സാമിനേഷൻ വിൽ നോട്ട് ബി കൗണ്ടഡ് ആസ് എ ചാൻസ്. അതായത് നിങ്ങൾ എത്ര പ്രിലിമിനറി എഴുതിയിട്ടുണ്ടെങ്കിലും അതൊരു ചാൻസ് ആയിട്ട് കൗണ്ട് ചെയ്യില്ല. നിങ്ങൾ മെയിൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ചാൻസ്. അപ്പൊ 6 വട്ടമൊക്കെ SBIയുടെ മെയിൻസ് എഴുതിയിട്ടുള്ള ആൾക്കാർ വളരെ അപൂർവമായിരിക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ജോലി കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഒരു വട്ടം മെയിൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയ്ക്ക് അടിപൊളി ആൾക്കാരായിരിക്കും. അവർ 6 വട്ടം മെയിൻസിൽ പോവാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭാഗ്യമില്ലാത്ത ആൾക്കാരെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ ആൾക്കാരൊക്കെ വളരെ അപൂർവമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് വലിയ ഒരു ബേർഡൻ ആയിട്ടൊന്നും ആരെയും സംബന്ധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ UR PWD അവർക്ക് എല്ലാവർക്കും എന്താണ് 9 ചാൻസ് ഉണ്ട്. ഓക്കെ, 9 ചാൻസ് ഒക്കെ മാക്സിമം ആണ് അല്ലെ? ഇപ്പൊ 21 വയസ്സ് തൊട്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 33 വയസ്സ് അല്ലേ ഇപ്പൊ നമ്മളുടെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ. അപ്പൊ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എല്ലാവർക്കും എന്താണ് നല്ല രീതിയിലുള്ള ചാൻസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് മെയിൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, 6 വട്ടം മെയിൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ UR EWS ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ ദീസ് ഇയേഴ്സ് വിച്ച് ഓൺലി 1 റിട്ടൺ എക്സാമിനേഷൻ ഹാസ് ബീൻ ഹെൽഡ്. ഓക്കെ, അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് നോ പ്രിലിമിനറി എക്സാമിനേഷൻ ഹാസ് ബീൻ ഹെൽഡ്. അപ്പിയറിംഗ് ഇൻ ദിസ് എക്സാമിനേഷൻ വിൽ ബി കൗണ്ടഡ് ആസ് എ ചാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ ദീസ് ഇയേഴ്സ് ഇൻ വിച്ച് ഓൺലി 1 റിട്ടൺ എക്സാമിനേഷൻ ഹാസ് ബീൻ ഹെൽഡ്. നോ പ്രിലിമിനറി എക്സാമിനേഷൻ ഹാസ് ബീൻ ഹെൽഡ്, അതായത് ഇതിന് മുന്നേ, അതായത് ഇപ്പോഴല്ല, നമ്മൾ എന്താണ് നിങ്ങളൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിനേക്കാൾ മുന്നേ അവിടെ പ്രിലിമിനറി എക്സാമിനേഷൻ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ മെയിൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ കൊല്ലം നിങ്ങൾ ആ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, ഒറ്റ എക്സാം ഉള്ള കാലഘട്ടത്തിൽ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു ചാൻസ് ആയിട്ട് എന്ത് ചെയ്യും, പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചാൻസ് വലിയ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഇനി നമുക്ക് പ്രധാനമായിട്ടും 3 ഫേസ്, അതായത് നമുക്ക് പ്രധാനമായിട്ടും 3 ഫേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ, അതാണ് ഫേസ് 1. മെയിൻസ് ഫേസ് 2, പിന്നെ ഫേസ് 3 സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂടി വരുന്നതാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഫേസ് 3 വരുന്നത്. അപ്പൊ ഈ 3 ഘട്ടങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്.
സോ പ്രിലിംസ് പാസ് ആയാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ പ്രിലിമിനറി എക്സാമിനേഷനിലേക്ക് വരാണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പേപ്പർ ഓഫ് 100 മാർക്സ് വിൽ ബി കണ്ടക്ടഡ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. The test will be have 3 sections with separate timings for each section as follows. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്ക് തന്നെയായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് തന്നെയായിരിക്കും. റീസണിംഗ് എബിലിറ്റി നമുക്ക് എന്താണ് 30 മാർക്ക് തന്നെയാണ്. ടോട്ടൽ 100 ആണ്. മാക്സിമം മാർക്ക് നമുക്ക് 100 ആണ്. എല്ലാത്തിനും 20 മിനിറ്റ് വെച്ച് ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. 1 hour ആണ് ടോട്ടൽ ടൈം വരുന്നത്, അതായത് 60 മിനിറ്റ്. ഓക്കെ, ഇനി എടുത്ത് പറഞ്ഞിട്ടുണ്ട് സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ മെയിൻ എക്സാമിനേഷൻ. Category wise merit list will be drawn on the basis of the aggregate marks scored in the preliminary examination. There will be no sectional cut-off in the preliminary examination. അതായത് ഇംഗ്ലീഷിനോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനോ റീസണിങ്ങിനോ എന്തില്ല, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. Candidates numbering 10 times approximate number of the vacancies in each category will be shortlisted for the mains. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, 1500 വേക്കൻസി ആണെങ്കിൽ ഇൻറ്റു 10 എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. 15000 വേരി എടുക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓരോ കാറ്റഗറി ആണ് കേട്ടോ, ഞാനൊരു ടോട്ടലിലാണ് പറഞ്ഞ്. അതായത് ഇപ്പോൾ UR എത്ര വേക്കൻസി ഉണ്ട്, SC എത്ര വേക്കൻസി ഉണ്ട്, OBC എത്ര വേക്കൻസി ഉണ്ട്, അത്ര രീതിയിൽ എടുക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സാമില് എളുപ്പമായിരുന്നു, കട്ട് ഓഫ് കൂടി എന്നൊന്നും പറയുന്നതല്ല. നമുക്കുള്ള വേക്കൻസി വെച്ച് അവരൊരു കട്ട് ഓഫ് വെക്കും. ഇപ്പൊ അവർ ഇത്ര ആൾക്കാരെ 15000 ആൾക്കാർ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. 15,000 ആൾക്കാരെ അവർക്ക് കിട്ടിയെങ്കിൽ ലാസ്റ്റ് എടുക്കുന്ന കുട്ടിയുടെ മാർക്കായിരിക്കും ഫൈനൽ കട്ട് ഓഫ്. പറഞ്ഞ മനസ്സിലായോ? അതല്ലാതെ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയിട്ടൊന്നും കാര്യമില്ല. ഇപ്പോ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്. 15000 ആൾക്കാരുടെ മാർക്ക് 90ൽ മേലെയാണെന്നുണ്ടെങ്കിൽ 90 ആയിരിക്കില്ലേ കട്ട് ഓഫ്? 90ൽ മേലെ വരും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണ് കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുക. അതൊരു എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടി നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് പ്രാധാന്യം വരിക. സോ ഈ വട്ടം വേക്കൻസി കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല സാധ്യതയാണ് എന്ത് ചെയ്യാനായിട്ട്, ജോലിക്ക് കയറാനായിട്ട്. എക്സാമിനെ കുറിച്ചും പ്രീവിയസ് ഇയർ കട്ട് ഓഫിനെ കുറിച്ചൊന്നും ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. ഓക്കെ, ഇനി വരാണെങ്കിൽ മെയിൻസിലേക്ക് വരാണെങ്കിൽ ഇവിടെയാണ് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. The main examination will be conducted online and will consisting of objective test of 200 marks. കഴിഞ്ഞ കൊല്ലവും അതിൽ മാറ്റങ്ങളില്ല, പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ കുറവാണ്, 200 മാർക്സ്. നമുക്ക് നോക്കാം. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ തന്നെയായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഫോർ 30 മാർക്സ്, ഇവിടെയാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വിൽ ബി അഡ്മിനിസ്ട്രേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കൺക്ലൂഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു ടൈപ്പ് ദർ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻസേഴ്സ് ഓൺ ദ കമ്പ്യൂട്ടർ. ടൈപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 60 മാർക്ക് ഉണ്ട്, 50 മിനിറ്റ്. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വേരിയേഷൻ ഉണ്ടാവും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 30 ക്വസ്റ്റ്യൻ ആണ്, 60 മാർക്കാണ്, 45 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ജനറൽ അവയർനെസ് ആൻഡ് എക്കണോമി ബാങ്കിങ് നോളേജ് 60 ക്വസ്റ്റ്യൻ, 60 മാർക്ക്, 45 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ, പക്ഷെ 20 മാർക്കേ ഉള്ളൂ, 40 മിനിറ്റ് ആണ് ടൈം. ടോട്ടൽ 170 ക്വസ്റ്റ്യൻസിന് നമുക്ക് 200 മാർക്കാണ്, 3 മണിക്കൂറാണ് എന്ത് വരുന്നത്, ടൈം വരുന്നത്. ഇവിടെയാണ് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്ന ഭാഗം. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലേക്ക് വരുമ്പോൾ ഇമെയിൽസ് 1 ഔട്ട് ഓഫ് 2 ഓപ്ഷൻസ്, അതായത് 2 ഉണ്ടാവും, അതിൽ 1 ചെയ്യേണ്ടത്. സിറ്റുവേഷൻ അനാലിസിസ് 1 ഔട്ട് ഓഫ് 2 ഓപ്ഷൻസ്, അതായത് 2 ഓപ്ഷനിൽ നിന്ന് 1 നമ്മൾ എഴുതണം. ഇനി either reports writing or precise writing, reports writing or precise writing, any one out of 2 options. രണ്ടിലും any one, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി 2 ഓപ്ഷനിൽ നിന്ന്. ടോട്ടൽ 3 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 10 മാർക്ക് വെച്ചാവാം, നമുക്കറിയില്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന്. 30ലാണ് 50 ഉണ്ടായത് 30 ആയി, അതിന് 30 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് 230, 3 മണിക്കൂർ 30 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ഓക്കെ, ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ ഫേസ് 3, മൂന്നാമത്തെ ഫേസിലേക്കുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് വരുന്നത്? സെക്ഷണൽ കട്ട് ഓഫ് ഇൻ മെയിൻ എക്സാമിനേഷൻ. ഈച്ച് കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു സ്കോർ എ മിനിമം ക്വാളിഫയിങ് സ്കോർ ഇൻ ഈച്ച് ടെസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ടെസ്റ്റ് 1, 2, 3, 4 ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇൻഡിവിജ്വലി. അതായത് ഇതിനൊരു ഇൻഡിവിജ്വൽ മാർക്ക് കട്ട് ഓഫ് ഉണ്ടാവും, ഇതിനുണ്ടാവും, മൂന്നാമത്തേന് നാലാമത്തേന് ഡിസ്ക്രിപ്റ്റീവിന് അടക്കം ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ടാവും. Okay, then depending upon the number of vacancies, sectional cut-offs will be decided by the bank എന്നും പറഞ്ഞിട്ടുണ്ട്. സോ മക്കളെ ശ്രദ്ധിക്കുക, പ്രിലിംസിന് നിങ്ങൾക്ക് എന്തില്ല, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലെങ്കിൽ മെയിൻസിന് നിങ്ങൾക്ക് എന്തുണ്ട്, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. എന്തിനടക്കം? ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ,
ഓക്കെ, അതിനടക്കം സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ ഡിസ്ക്രിപ്റ്റീവും ഇമ്പോർട്ടന്റ് ആണ്, അതും നിങ്ങൾ കൂടെ തന്നെ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ ആണെന്ന് കരുതുന്നു. സോ നമ്മളിനി phase 3 എന്താണ്, സൈക്കോമെട്രിക് ടെസ്റ്റ് അടക്കമാണ് വരുന്നത്. ഗ്രൂപ്പ് എക്സസൈസ്, പേഴ്സണൽ ഇന്റർവ്യൂ, 3 സെറ്റ്. The bank will conduct psychometric test for personal profiling of those candidates who will be shortlisted for phase 3 process. Finding of test will be placed before the interview panel to have through the perspective on the candidates. Okay. അപ്പോൾ ഈ ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ട് നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് അവർ ഇന്റർവ്യൂവിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. Psychometric test may be conducted through protracted mode or at identified examination centers. Okay. അപ്പൊ എവിടെയാണ് നടത്തേണ്ടതെന്നൊക്കെ ബാങ്ക് തീരുമാനിക്കുന്ന സ്ഥലത്തായിരിക്കും നടത്തുക. All the questions in the psychometric test are mandatory for candidates to assess the candidate profiling. അപ്പൊ കാൻഡിഡേറ്റ് പ്രൊഫൈലിംഗ് മനസ്സിലാക്കാനായിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ എല്ലാ എന്താണ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ കാര്യവും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ ആണ് അടുത്തത് പറയുന്നത്. ടെസ്റ്റ് സ്ട്രക്ചർ മാക്സിമം മാർക്കാണ്. ഗ്രൂപ്പ് എക്സസൈസിന് 20 മാർക്കാണ് മാക്സിമം വരിക, ഇന്റർവ്യൂവിന് 30, രണ്ടും കൂടി കൂട്ടി 50. ദ മിനിമം ക്വാളിഫൈ മാർക്സ് ഫോർ ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് ഇന്റർവ്യൂ വിൽ ബി ഡിസൈഡഡ് ബൈ ദ ബാങ്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ബാങ്ക് ഡിസൈഡ് ചെയ്യുന്നതാണ്. ആ കട്ട് ഓഫ് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏത് മിനിമം ക്വാളിഫൈങ് മാർക്ക്, ഇത്ര മാർക്ക് കൂടുതൽ കിട്ടിയവരെയാണ് സെലക്ട് ചെയ്യുള്ളൂ, അല്ലാത്തവർ എന്ത് ചെയ്യും, ഔട്ട് ആവുന്നുള്ള രീതിയിൽ. ഇനി ഇതെല്ലാം കൂടി നോക്കിയിട്ട് നമുക്ക് എന്താണ് വരാം, പ്രിലിംസ് ഒരു ക്വാളിഫൈങ് നേച്ചർ ആണെന്ന് ഞാൻ പറഞ്ഞു. മെയിൻസ് റിട്ടേണും ഡിസ്ക്രിപ്റ്റീവ് അടക്കി 230 മാർക്കും ഗ്രൂപ്പ് എക്സസൈസും ഇന്റർവ്യൂവും കൂടി 50 മാർക്കും കൂടി ടോട്ടൽ 280 ആണ്. അതിന് എന്തിലേക്ക് മാറ്റും, 100ലേക്ക് മാറ്റും. ഈ 50നെ 25ലേക്കും 230നെ 75ലേക്കും മാറ്റിയിട്ട് 100ലാണ് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് അവര് പബ്ലിഷ് ചെയ്യാം. അപ്പൊ ഇതിന്റെ റിസൾട്ട്, പ്രിലിംസിന്റെ റിസൾട്ടും മെയിൻസിന്റെ റിസൾട്ട് എല്ലാം നമുക്ക് എന്താണ് sbi.bank.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, നോക്കാവുന്നതാണ് എന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഇതിലെ ചേഞ്ചസ് കാര്യങ്ങൾ പ്രധാനമായിട്ടും വരുന്ന സാലറിയിലുണ്ട്, പിന്നെ നമ്പർ ഓഫ് ചാൻസസിലുണ്ട്, പിന്നെ ഡിസ്ക്രിപ്റ്റീവില് ചേഞ്ചസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ബാക്കിയെല്ലാം വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എന്താണ് സ്ട്രാറ്റജി ടു ക്ലിയർ SBI PO പ്രിലിംസ്, അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ QAനെയും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം QA ആണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. QAയും റീസണിങ്ങും ഇംഗ്ലീഷും എല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വെബിനാർ ഈ 27-ാം തീയതി 7 മണിക്ക് ശനിയാഴ്ച സാറ്റർഡേ 27 സാറ്റർഡേ ജൂൺ 27 7 മണിക്ക് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നയിക്കുന്ന വെബിനാറാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആ വെബിനാറിൽ ക്ലിയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഷോർട്ട് ടൈമിൽ എങ്ങനെ നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാം. മെയിൻ ആയിട്ട് QAയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ വെബിനാർ മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പറേഷനും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. നല്ലൊരു അവസരമാണ് SBI POയിലൊക്കെ PO ആയിട്ട് ജോലി കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് അല്ലേ? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രിപ്പറേഷൻ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വീണ് പോയിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡേറ്റ് മറക്കണ്ട, ജൂൺ 27 ശനിയാഴ്ച രാത്രി 7 മണിക്കാണ്. ഓക്കെ അല്ലേ? ദെൻ SBI POന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. 1500 വേക്കൻസി ആണ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് 8/7/2026 ആണ്. 21 വയസ്സിനും 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, അവസാനത്തേക്ക് വെക്കാതെ. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കാം. നമ്മളുടെ കോഴ്സുകൾ കാര്യങ്ങളെല്ലാം SBI POന്റെ കോഴ്സുകളും കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ചസ് തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാനായിട്ട്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 7736122215 എന്നുള്ള ഫോൺ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഫോം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്താലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. വെബിനാറിനെ കുറിച്ച് അറിയണമെങ്കിലും ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്യുക, 7736122215 എന്നുള്ള നമ്പറിലേക്ക്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക, ഒട്ടും താമസിക്കാതെ ഇരുന്ന് പഠിക്കുക. SBI PO എന്ന് പറയുന്നതിന്റെ എക്സാം കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് കിട്ടുന്ന സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോമ്പറ്റീഷൻ ലെവൽ എപ്പോഴും ഉണ്ടാവും.
നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് പറയുന്നത്. ബാങ്കിന് ആവശ്യമുള്ള കുട്ടികളെ അവർ ടെസ്റ്റ് നടത്തി കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടാത്തത് നമ്മളുടെ പ്രിപ്പറേഷനും നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. ഇക്കൊല്ലം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് SBA PO തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.